പ്രഭാതം മുതൽ പ്രദോഷം വരെ നീളുന്ന ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന് നാളെ സമാരംഭം. റംസാൻ നാളുകളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും മനസ്സിനെയും ശരീരത്തെയും ആത്മീയതയുടെ ലോകത്തേക്ക് ഇറക്കിവെച്ചുമാണ് ഇസ്ലാം മതവിശ്വാസികൾ വ്രതം ആചരിക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് നാടുകളിൽ വ്രതത്തിന് ഇന്ന് തുടക്കമായി. ചന്ദ്രപ്പിറവി കാണാത്തതിനാൽ കേരളത്തിൽ വ്യാഴാഴ്ചയായിരിക്കും റംസാൻ ആരംഭമെന്ന് വിവിധ ഗാസിമാർ അറിയിച്ചു. ആകാശത്ത് ചന്ദ്രക്കീറ് തെളിഞ്ഞതോടെയാണ് ഹിജറ വർഷത്തിലെ പുണ്യമാസമായ റംസാന് ഭക്തി നിർഭരമായ തുടക്കം കുറിച്ചത്. മുസ്ലിം ഭവനങ്ങളിലും പള്ളികളിലും 2 ദിവസം മുമ്പ് തന്നെ ആരംഭിച്ച വ്രത ഒരുക്കങ്ങളുടെ പൂർത്തീകരണത്തോടെയാണ് റംസാൻ വ്രതത്തിന് തുടക്കമായത്. പ്രഭാതത്തിന് മുമ്പ് തന്നെ ഭക്ഷണവും പാനീയങ്ങളും കഴിച്ച വിശ്വാസികൾ ഏകദൈവത്തെ സ്തുതിച്ച് ആരാധനാകർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. പിന്നീട് പകലന്തിയോളം കഠിനമായ വ്രതത്തിലേക്ക് പ്രവേശിക്കുകയായി. ആപാലവൃദ്ധം ജനങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ ഇസ്ലാമിലെ ഈ പുണ്യാരാധനയുടെ ഭാഗമാവുകയായി. ഇനി 30 ദിവസം കഠിനമായ വ്രതത്തിന്റെയും ലൗകിക ചോദനങ്ങളുടെ വിടുതലുടെയും കാലമാണ് മുസ്ലിങ്ങൾക്ക്. ഖുർആൻ ഇറങ്ങിയ മാസമെന്ന നിലയ്ക്കാണ് റംസാനിൽ വ്രതമാചരിക്കുന്നത്. റംസാൻ മാസത്തിന്റെ 17-ാം രാവിലാണ് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് ആധാരമായ ബദർ യുദ്ധം നടന്നതും. നോമ്പ് നിനക്ക് ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്നു, ജീവിതത്തിൽ സൂക്ഷ്മതയും സത്യസന്ധതയും പാലിക്കാൻ വേണ്ടിയാണത്. ഇതിന്റെ പ്രതിഫലം നിനക്ക് ഞാനാണ് തരുന്നതെന്ന് ഖുർആനിക വചനത്തിലൂടെ അള്ളാഹു പറയുന്നു. ലോകത്ത് സന്യാസ സമാനമായ വ്രതമാചരിക്കുന്നതിലൂടെ ഒരു വർഷം മുഴുവൻ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാനും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനും കഴിയുമെന്നാണ് വിശ്വാസമെന്ന ഇസ്ലാമിക പണ്ഡിതർ അഭിപ്രായപ്പെട്ടു. വിശപ്പിന്റെ വിലയറിഞ്ഞു, അതുപോലെ സ്നേഹത്തിന്റെ, സഹനത്തിന്റെ, സഹജീവി സ്നേഹത്തിന്റെ, ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും ക്ഷമയുള്ളവനായി ഒരു മനുഷ്യനെ മാറ്റിയെടുക്കുക. ഒരു മനുഷ്യനെ മനുഷ്യനായി മാറ്റിയെടുക്കാൻ ദൈവത്തിൻ്റെ പ്രീതിക്കായിട്ട് സർവ്വതും ഒഴിവാക്കുകയും അങ്ങനെ സർവ്വതും ഒഴിവാക്കുന്നതിലൂടെ അവൻ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായി മാറുകയാണ്. മറ്റുള്ളവരോട് സ്നേഹം, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്ന കാര്യം, അങ്ങനെ തുടങ്ങി സർവ്വ മേഖലകളിലും ഒരു മനുഷ്യനായി മാറുക. മറ്റുള്ളവരോട് സ്നേഹമുള്ളവർ, സഹജീവി സ്നേഹമുള്ളവർ, അതുപോലെ ക്ഷമയുള്ളവർ, ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ സമ്പൂർണനായ ഒരു മനുഷ്യനായി മാറാൻ പരിശുദ്ധമായിരിക്കുന്ന റമളാനു ശരീഫ് കടന്നു വരികയാണ്. മാത്രമല്ല ദൈവപ്രീതി കൊണ്ട് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനിക്ക് സ്വർഗം ലഭിക്കണം. അപ്പോൾ സ്വർഗം സമ്പാദിക്കുന്ന ഒരു മാസമായിട്ടാണ് വിശ്വാസികൾ ഈ പരിശുദ്ധമായിരിക്കുന്ന റമളാനു ശരീഫിനെ വരവേൽക്കുന്നത്. മാത്രമല്ല പ്രാർത്ഥനകളുടെ എല്ലാത്തിനും പ്രാർത്ഥനയാണ് ഏറ്റവും വലിയത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന റമളാൻ മാസം. പള്ളികളിൽ പതിവ് നിസ്കാരങ്ങൾക്ക് പുറമെ റംസാൻ മാസത്തിൽ മാത്രമായി പ്രത്യേക രാത്രി തറാവീഹ് എന്ന പേരിലുള്ള ദീർഘമായ നിസ്കാരവുമുണ്ട്. ഇതിനിടയിൽ പ്രത്യേകമായ പാപം പൊറുക്കലിനെ തേടുന്ന പ്രാർത്ഥനകളുമുണ്ട്. നരകമോചനമാണ് മറ്റൊരു പ്രധാന പ്രാർത്ഥന. പള്ളികളിൽ വൈകിട്ട് നോമ്പ് തുറക്കലിന് പ്രത്യേക ജീരകക്കഞ്ഞി തമിഴ്നാട് സംസ്കാരത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ പല ഭാഗങ്ങളിലും കണ്ടുവരുന്നു. മറ്റു ജില്ലകളിലും സന്ധ്യാനിസ്കാരത്തിന് ശേഷം പ്രത്യേകമായി ലഘുഭക്ഷണങ്ങളും ഉണ്ടാവും. UTV ന്യൂസ്, പാലക്കാട്.